അങ്ങേര് ജീവിച്ചിരിക്കുമ്പോ ആ വീട്ടിൽ കാല് കുത്തരുതെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടതാണ്. നീയും കണ്ടതല്ലേ? അതൊക്കെ ശരി തന്നെ. അപ്പൊ എത്രയും വയ്യാണ്ടിരിക്കുമല്ലേ, നിനക്കൊന്ന് വന്നു നോക്കിക്കൂടെ? വാശി കാണിക്കേണ്ട സമയമാണോ ഇത്? ഒരു പെണ്ണിനെ സ്നേഹിക്കുക, അവളെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തെറ്റൊന്നുമല്ലല്ലോ. സ്നേഹിക്കുമ്പോ ജാതി മതം നോക്കി സ്നേഹിക്കാൻ പറ്റുമോ? അവളൊരു മുസ്ലിമായി പോയി, അതിന്റെ പേരിൽ അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ നേരെ ഒരു ജോലി ഇല്ലാത്ത ഞാൻ അവളെ കൊണ്ട് ഇവിടെ പോകാൻ ഇടം വേണ്ടേ? അങ്ങനെ വഴിമുട്ടി നിന്നപ്പോ അവളുടെ ബാപ്പയാ അഭയം തന്നത്. എനിക്കെന്ന് പറഞ്ഞ ആരും ഇല്ലാണ്ടിരുന്നപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, നീ നമ്മുടെ ആളാവും, അന്ന് പോലെ നിനക്ക് എല്ലാവരും ഉണ്ടാവും. അങ്ങനെ അവരുടെ ആളായി. ഇന്ന് എനിക്ക് എല്ലാവരും ഉണ്ട്. ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, ഭാര്യയുണ്ട്, പെങ്ങന്മാരുണ്ട്, പള്ളിക്കാരുണ്ട്, സമുദായമുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ സ്വന്തം അപ്പനും അമ്മയില്ല. അച്ഛനല്ലേ, നിന്നിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ദേഷ്യം കൊണ്ട് പുള്ളി ഓരോന്ന് പറഞ്ഞു, നീ ഇറങ്ങിയും പോയി. ഇപ്പൊ അച്ഛൻ വയ്യാണ്ടിരിക്കുമല്ലേ, എല്ലാം ക്ഷമിച്ചു വന്നൂടെ? കുഞ്ഞിലെ നമ്മുടെ എന്തോരം തെറ്റുകൾ അവർ ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ വളർന്നപ്പോ അവർക്കൊന്നും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ജീവിച്ചിരിക്കുമ്പോ അല്ലേടാ ക്ഷമിക്കാനും സ്നേഹിക്കാനും പറ്റുള്ളൂ. മരിച്ചതിന് ശേഷം നീ അവിടെ വന്ന് എന്തൊക്കെ കാണിച്ചാലും അത് നാട്ടുകാരെ കാണിക്കാനേ ആവും. അന്ന് അച്ഛൻ കാണുന്നില്ലല്ലോടാ നീ വന്നതും നീ കരയുന്നതും നീ ഓടി നടന്ന ചടങ്ങുകൾ ചെയ്യണ ഒന്നും. അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ ഒന്നൊന്ന് കാണും. കുറച്ച് സമയം അച്ഛൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. ഏട്ടത്തിയമ്മയും കൂട്ടി പോരി. അവരൊക്കെ മുതിർന്നവരല്ലേടാ. ഇച്ചിരി വാശി കാണിച്ചാലും സ്നേഹം കൊണ്ടെല്ലാം ക്ഷമിക്കും. حكيم شكور قدوس سبوح